ക്ലാസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ബേസിക്സ് കവർ ചെയ്യുന്ന ബേസ് ടു മോഡറേറ്റ് ലെവൽ കവർ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഇത്. PSC, SSC, ബാങ്ക്, വേറെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ആദ്യമേ പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പങ്കെടുക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഏത് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് എല്ലാ ഏരിയയും ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ ആ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ക്ലാസ് കാണാനായിട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആ പേരിൽ തന്നെ ഉണ്ട് കോമ്പൗണ്ട് ചെയ്യുക. കോമ്പൗണ്ട് മീൻസ് അക്യുമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുമിഞ്ഞു കൂടുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ്, അതായത് പലിശയ്ക്കും പലിശ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുക. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. എൻ്റെ കയ്യിൽ 10,000 രൂപയുണ്ട്. എനിക്ക് എൻ്റെ ബാങ്ക് തരുന്നത് 10% പലിശയാണ്. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടും? ഓക്കെ, സോ സാധാരണ പലിശയാണെങ്കിൽ ഞാൻ എഴുതും എനിക്ക് 10,000 രൂപ 10% പലിശ വെച്ചിട്ട് 2 വർഷത്തേക്ക്. നമുക്കറിയാം I = PNR അല്ലേ. ഇതിൽ ഈ 10,000-നെ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് വിളിക്കും, ഈ 2-നെ നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് വിളിക്കും, ഇതിനെ നമ്മൾ റേറ്റ് പെർസെൻറ്റേജ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2,000 രൂപയെന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ എല്ലാ വർഷവും നിങ്ങൾക്ക് ഒരു സെയിം എമൗണ്ടേ കിട്ടത്തുള്ളൂ. അതായത് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ അതിൻ്റെ 10% വെച്ച് എല്ലാ വർഷവും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ കൂടുതൽ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കൂടുന്നില്ലെങ്കിൽ എല്ലാ വർഷവും നിങ്ങൾക്ക് ഈ സെയിം എമൗണ്ടേ കിട്ടത്തുള്ളൂ. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായത് ഇൻട്രസ്റ്റ് എപ്പോഴും നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിന് മാത്രമേ കിട്ടത്തുള്ളൂ. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായത് 10,000 രൂപയ്ക്ക് എല്ലാ വർഷവും 10% വെച്ച് 1,000 രൂപ 1,000 രൂപ ഇങ്ങനെ കിട്ടും. ഈ 1,000 രൂപ നിങ്ങൾക്ക് 50 വർഷം കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 50 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എല്ലാം കൂടി 50,000 രൂപയുണ്ടാവും. നിങ്ങളുടെ കയ്യിലുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് 10,000 രൂപയുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ 10,000 രൂപ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടും 50 വർഷം കൊണ്ട് കിട്ടിയ ഇൻട്രസ്റ്റ് 50,000 രൂപയുമുണ്ട്. അപ്പോൾ മൊത്തം 60,000 രൂപ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ഉണ്ട്. അടുത്ത വർഷം നിങ്ങൾക്ക് പലിശ കിട്ടുന്നത് ഈ 60,000-നായിരിക്കത്തില്ല, നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയ 10,000-നെ കിട്ടത്തുള്ളൂ. അതായത് ഇൻട്രസ്റ്റിന് ഒരിക്കലും ഇൻട്രസ്റ്റ് എവിടെ കിട്ടത്തില്ല? സിമ്പിൾ ഇൻട്രസ്റ്റിൽ കിട്ടത്തില്ല. ഇൻട്രസ്റ്റ് കിട്ടുന്നത് എപ്പോഴും എവിടെയായിരിക്കും? അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലായിരിക്കും. അതുകൊണ്ടാണ് അതിനെ അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കുക. ആദ്യത്തെ വർഷം ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എല്ലാം സെയിം ആയിരിക്കും. കാരണം ഒരു വർഷം അങ്ങോട്ട് കഴിയുമ്പോൾ മുതലിൻ്റെ എത്ര ശതമാനം പലിശ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. 10,000 ആണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. അതിൻ്റെ 10% നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 1,000 രൂപ കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ വർഷം എന്താ സംഭവിക്കുക? മുതലിൻ്റെ പലിശ എന്തായാലും കിട്ടും. മുതൽ എത്ര? 10,000 രൂപ. 10,000-ൻ്റെ 10% എത്ര? 1,000 രൂപ എന്തായാലും കിട്ടും. സോ മുതലിൻ്റെ പലിശ കിട്ടി. ഇനി നിങ്ങൾക്ക് എന്തുകൂടെ കിട്ടണം? പലിശയുടെ പലിശയും കൂടെ കിട്ടണം. കാരണം ആദ്യത്തെ വർഷം നിങ്ങൾക്ക് പലിശയുടെ പലിശ കിട്ടത്തില്ല. കാരണം ആദ്യത്തെ വർഷം മുതലിൻ്റെ മാത്രം പലിശയുള്ളൂ. കാരണം പലിശയുടെ പലിശ കിട്ടണമെങ്കിൽ പലിശ ഒരു വർഷം അവിടെ കിടക്കണ്ടായോ? വേണം. പക്ഷേ രണ്ടാമത്തെ വർഷം ആകുമ്പോഴോ നിങ്ങളുടെ മുതൽ 2 വർഷമായിട്ട് അവിടെ കിടക്കുന്നു. അതായത് ഒരു വർഷത്തെ പലിശ അടക്കം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. അതായത് രണ്ടാമത്തെ വർഷം മുതലാണ് കോമ്പൗണ്ട്, കൂടുതലൊന്നും ആലോചിക്കേണ്ട, രണ്ടാമത്തെ വർഷം മുതലാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിത്തുടങ്ങുക. ആദ്യത്തെ വർഷം എപ്പോഴും ഓർത്തോണം, ആദ്യത്തെ ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും ഒരു വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതായത് ഞാൻ പറയുന്ന ആദ്യത്തെ വർഷത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ അങ്ങോട്ട് പൈസ കൊണ്ടിട്ടു, ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റും ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം ആയിരിക്കും. കാര്യം എന്താ? പലിശയുടെ പലിശ കിട്ടണമെങ്കിൽ പലിശ ഒരു വർഷം കിടക്കണം. അപ്പോൾ പലിശ ഒരു വർഷം കിടക്കണമെങ്കിൽ അപ്പോൾ രണ്ടാമത്തെ വർഷം മുതലല്ലേ പലിശയുടെ പലിശ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആദ്യത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റും ആദ്യത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എപ്പോഴും എന്തായിരിക്കും മക്കളെ? അത് സെയിം ആയിരിക്കും. ഇനി രണ്ടാമത്തെ വർഷം മുതലിൻ്റെ പലിശയായ 1000 നമ്മൾ എഴുതി. ഇനി എന്ത് കിട്ടും നമുക്ക്? പലിശയുടെ പലിശ കിട്ടും. ഏതായിരത്തിൻ്റെ? ഈ 1000 രൂപ ഇവിടെ കിടന്നില്ലേ? ഒരു വർഷം കിടന്നില്ലേ? കിടന്നു. അപ്പോൾ ആ 1000-ൻ്റെ 10% 100 കൂടെ കിട്ടും. അപ്പം മൊത്തം എത്രയായി? 2,100 രൂപ. 2,100 രൂപ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക്
സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ 2000 രൂപയെ കിട്ടത്തുള്ളൂ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ പലിശയും കൂടെ കിട്ടുന്നത് കൊണ്ട് 2100 രൂപ കിട്ടും. ഇനി ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം, അതാണല്ലോ അടുത്ത പ്രശ്നം. അപ്പോൾ കോൺസെപ്റ്റ് ഇതാണ്, പലിശയ്ക്കും പലിശ കിട്ടും, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, പലിശയ്ക്കും പലിശ കിട്ടും, അതാണ് എന്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം, ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടാണ് പലർക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. നമുക്ക് ആ കാൽക്കുലേഷനെ അങ്ങ് വളരെ സിമ്പിളാക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് പാസ്കൽസ് ട്രയാങ്കിൾ. എന്താണ് പാസ്കൽസ് ട്രയാങ്കിൾ? അതായത് ഓരോ വർഷത്തെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ 2 വർഷത്തേത് കണ്ടുപിടിക്കുക, 3 വർഷത്തേത് കണ്ടുപിടിക്കുക, 4 വർഷത്തേത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് തരുന്നത് 1 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ 1 എന്ന നമ്പർ ഓർക്കുക. ഇനി 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 121 എന്ന നമ്പർ ഓർക്കുക. 3 വർഷമാണെങ്കിൽ 1331 ഓർക്കുക. 4 വർഷമാണെങ്കിൽ 14641 ഓർക്കുക. അപ്പോൾ ഈ ടേബിൾ നിങ്ങളുടെ മനസ്സിൽ, ഈ ഒരു ട്രയാങ്കിൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപയോഗിച്ച് ചോദ്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലേക്ക് പോകാം. ഈ ഒരു ക്ലാസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ബേസിക്സ് കവർ ചെയ്യുന്ന, ബേസ് ടു മോഡറേറ്റ് ലെവൽ കവർ ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. ഇത് PSC, SSC, ബാങ്ക്, വേറെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ആദ്യമേ പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പങ്കെടുക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഏത് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് എല്ലാ ഏരിയയും ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ ആ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ക്ലാസ് കാണാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. സോ ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹2000 at 5% per annum compounded yearly for 2 years. ഇത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിപ്പോൾ PSC ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ചോദ്യം മലയാളത്തിലാക്കി ചോദിക്കുമെന്നേ ഉള്ളൂ. 2000 രൂപയ്ക്ക് 5% പലിശ പ്രകാരം 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ കാണുക. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ 2 വർഷത്തെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ 1, 2, 1. ഇനിയും ചെയ്യേണ്ടത് ശ്രദ്ധിച്ചിരിക്കണേ, നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എടുത്ത് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 2000 അതെടുത്ത് ഈ 1ൻ്റെ താഴെ എഴുതുക. 1ൻ്റെ താഴെ 2000. ഇനി 2000ൻ്റെ റേറ്റ് പെർസെൻറ്റേജ് നോക്കുക, 5%. ആ 5% കണ്ടുപിടിച്ച് ഈ 2ൻ്റെ താഴെ എഴുതുക. 2000ൻ്റെ 10% 200 ആണല്ലോ. അപ്പോൾ 5% എത്ര ആയിരിക്കും? 10% 200 ആണെങ്കിൽ 5% അതിൻ്റെ പകുതി എത്ര ആയിരിക്കും? 100 ആയിരിക്കും. ഇനി വീണ്ടും 100ൻ്റെ 5% കണ്ടുപിടിച്ച് ഇവിടെ എഴുതുക. 100ൻ്റെ 5% എത്ര? 5. ഓക്കെ, ഒരു വര വരയ്ക്കുക. ഇനി ഇതിനെ തമ്മിൽ നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. 2000 ഇൻറ്റു, അതായത് ഇതിനെ ഇങ്ങനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 2000 ഇൻറ്റു 1 എത്ര മക്കളെ? 2000. 100 ഇൻറ്റു 2 എത്ര? 200. 1 ഇൻറ്റു 5 എത്ര? 5. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. പാസ്കൽസ് ട്രയാങ്കിളിനകത്തിൽ നിന്നും നിങ്ങൾക്ക് 4 ചോദ്യങ്ങളുടെ ഉത്തരം, ഞാൻ 3 കാണിച്ചത്, 4 ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടും. ഒന്നാമത്തെ ചോദ്യം, പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? അതായത് ഇവിടെ കിട്ടിയ വാല്യൂസ് ഉണ്ടല്ലോ, ഈ 3 വാല്യൂസ് ഉണ്ടല്ലോ, ഇത് എല്ലാം കൂടെ എടുത്തു കൂട്ടുക. അതായത് 2000 + 200 + 5 2205 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര എന്ന് ചോദിച്ചാൽ ആദ്യത്തെ വാല്യൂ എടുക്കരുത്, ബാക്കിയെല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 200ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 205. ഇനി മൂന്നാമത്തെ ചോദ്യം, സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ വാല്യൂ മാത്രം എടുക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ വാല്യൂ മാത്രം എടുക്കുക. എത്ര? 200. അതായത് അതിൻ്റെ കൂടെ ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നിൽക്കരുത്, രണ്ടാമത്തെ വാല്യൂ മാത്രം എടുക്കുക. എത്രയാണ്? 200. ഇനി നാലാമത്തെ ചോദ്യം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. എന്ത് ചെയ്യുക? ആദ്യത്തെ 2 വാല്യൂ എടുക്കരുത്, അങ്ങനെ തന്നെ പഠിക്കണം. അവസാനത്തെ 2 വാല്യൂ ഒന്നും പഠിച്ചു വെക്കരുത്. ആദ്യത്തെ 2 വാല്യൂ ഒഴിവാക്കുക, ബാക്കി എടുക്കുക. എത്രയാണ്? 5. ശരിയല്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 205, സിമ്പിൾ ഇൻട്രസ്റ്റ് 200, വ്യത്യാസം എത്ര കിട്ടും? 5. ഓക്കെ ആണേ? അപ്പോൾ ഈ 4 ചോദ്യങ്ങൾ നമുക്ക് പാസ്കൽസ് ട്രയാങ്കിളിലൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിൻ്റെ ആൻസർ ശരിയാണോ നോക്കാം. ചോദ്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലായിരുന്നോ? അപ്പോൾ 205 എന്നാണ് നമ്മുടെ ആൻസർ. ശരിയാണോ നോക്കാം. യെസ്,
സോ അടുത്ത ചോദ്യം, ഫൈൻഡ് ദി എമൗണ്ട് എ പേഴ്സൺ ഗെറ്റ്സ് ആഫ്റ്റർ 3 years. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ഫൈൻഡ് ദി എമൗണ്ട് എന്നാണ് ചോദ്യമെങ്കിൽ, എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് എന്ന് വേണം ചിന്തിക്കാൻ. സോ ഫൈൻഡ് ദി എമൗണ്ട് എ പേഴ്സൺ ഗെറ്റ്സ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നത് എത്ര, അതായത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടെ ഉള്ള തുകയാണ്. ഓക്കെ, ആഫ്റ്റർ 3 years. അപ്പോൾ 3 years എന്ന് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 3 yearsന്റെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ എത്ര? 1 3 3 1. ഓക്കെ, ഇനി ഇഫ് ഹി ഇൻവെസ്റ്റ് റുപ്പീസ് 16,000, അപ്പോൾ അയാളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 16,000. ആദ്യം ചെയ്യേണ്ടത് എന്തുവാ? ഈ 16,000 എടുത്ത് 1ന്റെ താഴെ എഴുതുക. 16,000ത്തിന്റെ 5% കണ്ടുപിടിച്ച് 3ന്റെ താഴെ എഴുതുക. പെട്ടെന്ന് കണ്ടുപിടിക്കുക 5%. 10%ത്തിന്റെ പകുതിയല്ലേ 5%? അതെ, 10% എത്ര? 16,000ന്റെ ഒരു 0 കളഞ്ഞാൽ മതി, 1,600. 10% 1,600 ആണെങ്കിൽ 5% അതിന്റെ പകുതി എത്ര ആയിരിക്കും മക്കളെ? 800. ഇനി വീണ്ടും 800ന്റെ 5%, 800ന്റെ 10% എത്ര? ഒരു 0 കളഞ്ഞാൽ മതി, 80. 80ന്റെ പകുതി എത്ര മക്കളെ? 40. വീണ്ടും 40ന്റെ 5% കണ്ടുപിടിച്ച് ഇവിടെ എഴുതുക. 40ന്റെ 10% 4, 4ന്റെ പകുതി 2. കേട്ടോ? അപ്പോൾ നമ്മൾ എഴുതി. ഇനി നമുക്ക് നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. 16,000 × 1 16,000, 800 × 3 2,400, 40 × 3 120, 2 × 1 2. ചോദ്യം എന്തുവാ? ഫൈൻഡ് ദി എമൗണ്ട് എ പേഴ്സൺ ഗെറ്റ്സ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാം കൂടി എടുത്ത് കൂട്ടണം. മുതലും പലിശയും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ ഈ റൗണ്ട് ചെയ്യുന്ന വാല്യൂസ് എല്ലാം കൂടി എടുത്ത് കൂട്ടുക. അതായത് 16,600, 2,400, 120, 2 അല്ലേ? 16 2 18, 18,522 എന്ന് കിട്ടും. 18,522. ശരിയാണോ നോക്കാം? യെസ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹5,000 ഫോർ 2 years അറ്റ് 10% പെർ ആനം കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അടുത്ത പ്രശ്നം വരുന്നു, ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എന്താണ് ഈ ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? അതായത് ഒരു വർഷത്തിൽ, ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം കോമ്പൗണ്ടഡ് ഇയർലി എന്നായിരുന്നു ചോദിച്ചിരുന്നത്. അതായത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിൽ പലിശ ക്രെഡിറ്റ് ചെയ്യത്തുള്ളൂ. എന്നാൽ ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് 2 times ഇൻ ആൻ ഇയർ. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം പലിശ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് എന്താണ്? 5,000 രൂപ 10% പലിശ, അതിൻ്റെ കൂടെ PA പെർ ആനം എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു വർഷം 10%, അങ്ങനെ 2 വർഷത്തേക്ക്, പക്ഷേ ഹാഫ് ഇയർലി ആയിട്ടാണ് കൊടുക്കുന്നത്. ഹാഫ് ഇയർലി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 5,000 രൂപ 10% 2 വർഷത്തേക്ക് ഹാഫ് ഇയർലി. അപ്പോൾ ഒരു വർഷം 2 പ്രാവശ്യം പലിശ കിട്ടും. ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത 6 മാസം കഴിയും. അപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് പലിശ കിട്ടും. അപ്പോൾ 2 വർഷത്തിൽ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പലിശ കിട്ടും? 4 പ്രാവശ്യം പലിശ കിട്ടത്തില്ലേ? 4 times. യെസ്. ഇനി 10% പെർ ആനം എന്നാണ് റേറ്റ് പെർസെൻറ്റേജ് പറഞ്ഞത്. അതായത് ഒരു വർഷം നിങ്ങൾക്ക് 10% തരത്തുള്ളൂ, പക്ഷേ അത് 2 ആയിട്ട് തരും. അപ്പോൾ 6 മാസം ഇരിക്കുമ്പോൾ 5% വെച്ചല്ലേ തരിക? യെസ്. സോ 5,000 രൂപയ്ക്ക് 5% പലിശ വെച്ച് 4 പ്രാവശ്യം കിട്ടും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പഠിച്ചാൽ മതി മക്കളെ. ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കുക, നമ്പർ ഓഫ് ഇയേഴ്സ് ഇരട്ടിയാക്കുക. റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കുക, നമ്പർ ഓഫ് ഇയേഴ്സ് ഇരട്ടിയാക്കുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ 10% പലിശ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഹാഫ് ഇയർലി ആകുമ്പോൾ റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കുക, നമ്പർ ഓഫ് ഇയേഴ്സ് ഇരട്ടിയാക്കുക. സോ ഇവിടെ ഡിവൈഡഡ് ബൈ 2, ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ 2. റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കുക, നമ്പർ ഓഫ് ഇയേഴ്സ് ഇരട്ടിയാക്കുക. എന്നിട്ട് പാസ്കൽസ് ട്രയാങ്കിൾ വെച്ച് ചെയ്യുക. 4 വർഷത്തിൻ്റെ പാസ്കൽസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ 1 4 6 4 1. 1ൻ്റെ താഴെ എന്തെഴുതുക? പ്രിൻസിപ്പൽ എമൗണ്ട് ആയ 5,000 എടുത്തെഴുതുക. 4ൻ്റെ താഴെ എന്തെഴുതുക? 5,000ൻ്റെ 10% കണ്ടുപിടിച്ച്, 5,000ൻ്റെ 5%. നമ്മൾ ഇതാണ് ഇനി നോക്കേണ്ടത്. അതായത് റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കി, നമ്പർ ഓഫ് ഇയേഴ്സ് ഇരട്ടിയാക്കി. ഇനി അത് വേണം നോക്കാനായിട്ട്. സോ 5,000ൻ്റെ 5%, 10% എത്ര മക്കളെ? 500. 500ൻ്റെ പകുതി ആയിരിക്കത്തില്ലേ? എത്ര ആയിരിക്കും?
250. ഇനി 250ൻ്റെ 5%, 10% എത്ര മക്കളെ? 25. 25ൻ്റെ പകുതി എത്ര? 12.5. വീണ്ടും 12.5യുടെ 5%, 10% എത്ര മക്കളെ? 1.25. 1.25ൻ്റെ പകുതി എത്ര? 0.625. 0.625ൻ്റെ 5%, 10% എത്ര മക്കളെ? 0.0625. അതിൻ്റെ പകുതി എത്ര? 0.03125. അത്രയും എക്സ്ട്രീം ആക്യുറസിയിലേക്ക് പോകേണ്ട, അപ്രോക്സിമേറ്റ്ലി ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ചോദ്യം എന്താ? ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ ഓർത്തോണം ആദ്യത്തെ വാല്യൂ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ പിന്നെ ഇത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. 5000 × 1 നമുക്ക് വേണ്ട, ബിക്കോസ് ഫസ്റ്റ് വാല്യൂ നമുക്ക് വേണ്ടല്ലോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ ആദ്യത്തെ വാല്യൂ ഒഴിവാക്കും, ബാക്കി എല്ലാം കൂടി എടുത്താൽ മതി. 250 × 4 എത്ര കിട്ടും മക്കളെ? 1000. 12.5 × 7 75. ഇത് 2.5 എന്ന് കിട്ടും. ഇത് 0.03 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1000 എല്ലാം കൂടെ കൂട്ടണമല്ലോ, 1077.53 എന്ന് കിട്ടും. ചിലപ്പോൾ അവർ 1 ഡെസിമൽ പ്ലേസിനൊക്കെ ആയിരിക്കും പറയുന്നത്. 2 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ 1077.53 എന്ന് കിട്ടും. നമുക്ക് ശരിയാണോ നോക്കാം. യെസ്, 1077.5 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹1000 അറ്റ് 40% പെർ ആനം കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ഫോർ 1 ഇയർ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മുമ്പത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ? ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ കാര്യം, റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കുക, നമ്പർ ഓഫ് ഇയേഴ്സ് ഇരട്ടിയാക്കുക. ഇതൊരു മന്ത്രം പോലെ അങ്ങ് പഠിച്ചോളുക. ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കുക, നമ്പർ ഓഫ് ഇയേഴ്സ് ഇരട്ടിയാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹1000 അറ്റ് 40% പെർ ആനം കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ഫോർ 1 ഇയർ. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഹാഫിൻ്റെ ഹാഫാണ്, ഹാഫിൻ്റെ പകുതി, അതായത് 1/4, അതാണ് ക്വാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹1000, 1000 രൂപ, 40%, 40% പെർ ആനം. ഒരു വർഷം 40 കിട്ടത്തുള്ളൂ, ഒരു വർഷത്തേക്കുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ക്വാർട്ടർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇയർലി നമ്മൾ എന്താ ചെയ്ത? റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കി, നമ്പർ ഓഫ് ഇയേഴ്സ് ഇരട്ടിയാക്കി. അപ്പോൾ ക്വാർട്ടർലി ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ട്? 4 ക്വാർട്ടർ ഉണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം കിട്ടും? 4 പ്രാവശ്യം കിട്ടും, 4 ടൈംസ്. 40% ഒരു വർഷത്തേക്ക്, അത് 4 പ്രാവശ്യമായിട്ട് തരും. അപ്പം ഡിവൈഡഡ് ബൈ 4, 10%. അപ്പോൾ റേറ്റ് പെർസെൻറ്റേജിനെ 4 കൊണ്ട് ഹരിക്കുക, നമ്പർ ഓഫ് ഇയേഴ്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ റേറ്റ് പെർസെൻറ്റേജിനെ 4 കൊണ്ട് ഹരിക്കുക, നമ്പർ ഓഫ് ഇയറിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1000 രൂപയ്ക്ക് 10% വെച്ച് 4 പ്രാവശ്യത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. 1, 4, 6, 4, 1. 1ൻ്റെ താഴെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയ 1000, 1000ൻ്റെ 10% 100, 100ൻ്റെ 10% 10, 10ൻ്റെ 10% 1, 1ൻ്റെ 10% 0.1. ഇനി നമുക്ക് എന്താ വേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണല്ലോ വേണ്ടത്. സോ ഫസ്റ്റ് വാല്യൂ എടുക്കണ്ട, ബാക്കി എല്ലാം കൂടി എടുക്കുക. 100 × 4 400, 10 × 6 60, 4 × 1 4, 0.1. അപ്പോൾ എത്ര കിട്ടി? 464.1, 464.1 എന്ന് നമുക്ക് കിട്ടി. കണ്ടോ, ഒരു ഇക്വേഷൻ ഉപയോഗിക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് എന്താണെന്ന് പറയാം. റാം ഇൻവെസ്റ്റ് ₹5,000 ഇൻ എ ബോണ്ട് വിച്ച് ഗീവ്സ് ഇൻട്രസ്റ്റ് അറ്റ് 4% പെർ ആനം ഫോർ ദ ഫസ്റ്റ് ഇയർ, 5% ഡ്യൂറിംഗ് ദ സെക്കൻഡ് ഇയർ ആൻഡ് 10% ഡ്യൂറിംഗ് ദ തേർഡ് ഇയർ. ഹൗ മച്ച് ഡസ് ഹി ഗെറ്റ് അറ്റ് ദി എൻഡ് ഓഫ് 3 years? അതായത് ഓരോ വർഷവും ഓരോ റേറ്റ് പെർസെൻറ്റേജ് ആണ്, ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് നമുക്ക് ഒറ്റയടിക്ക് പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ എല്ലാ തരം ചോദ്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഈ ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഇപ്പോൾ പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് കണ്ടിന്യൂസ്ലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യത്തെ വർഷം 4, അടുത്ത വർഷം 5, അടുത്ത വർഷം 10 എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് പാസ്കൽസ് ട്രയാങ്കിളിൽ കൂടെ തന്നെ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ചെയ്താൽ മതി. അതായത് ഓരോരോ വർഷമായിട്ട് ചെയ്താൽ മതി. നമുക്കറിയാം ഒരു വർഷത്തെ പാസ്കൽസ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1, 1 ഉപയോഗിച്ചാണ്. സോ ഫസ്റ്റ് ഇയർ 1, 1. 1ൻ്റെ താഴെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 5000. ഓക്കെ, പിന്നെ എന്താ? 5000ൻ്റെ 4%.
10% 500 1% 50, 4% അപ്പോൾ എത്ര ആയിരിക്കും? 200 ആയിരിക്കും. അപ്പോൾ മുതലും പലിശയും കൂടെ എത്രയാണ്? എമൗണ്ട് ഇൻട്രസ്റ്റ് കൂടെ കണ്ടുപിടിക്കാനായിട്ട് വേണമെങ്കിൽ ഇനി നമുക്ക് ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചില്ലെന്ന് വേണ്ട, മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കണമെങ്കിൽ എടുക്കാം. 1 × 5000 എത്ര കിട്ടും? 5000. 200 × 1 എത്ര കിട്ടും? 200. അപ്പോൾ ഇത് മുതലും പലിശയും കൂടെ എത്ര എല്ലാം കൂടെ കൂട്ടുകയല്ലേ ചെയ്യുന്നത്? എത്ര കിട്ടും നമുക്ക്? 5200. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ ഇത് കിട്ടി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 5000 രൂപ 5200 ആയി. ഇനി വീണ്ടും അടുത്ത വർഷത്തേത് വീണ്ടും 1 അപ്പോൾ ഈ പ്രാവശ്യം പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? ഈ 5200 ആയിരിക്കും. ഓക്കെ, 5200 പ്രിൻസിപ്പൽ എമൗണ്ട്. പലിശ എത്ര മക്കളെ? 5%. 5%. അപ്പോൾ 5200ൻ്റെ 5% എത്ര കിട്ടും നമുക്ക്? 10% എത്ര? 520. 5% അപ്പോൾ അതിൻ്റെ പകുതി 260. അങ്ങനെ ഇത് തമ്മിൽ വീണ്ടും ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചില്ലെന്ന് വേണ്ട, മൾട്ടിപ്ലൈ ചെയ്യാം. 5200 260 രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5460. അപ്പോൾ 2 വർഷത്തെ ആയല്ലോ. ഇനി മൂന്നാമത്തെ വർഷം 1 എത്രയാണ്? 5460. വീണ്ടും എത്രയാണ്? അതിൻ്റെ മൂന്നാമത്തെ വർഷത്തെ പലിശ 10% അല്ലേ? അതിൻ്റെ 10%. 5460ൻ്റെ 10% എന്ന് പറയുമ്പോൾ ഒരു 0 കളഞ്ഞാൽ മതി. 546. വീണ്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഈ 1 ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും പോട്ടെ. 546. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6006 എന്ന് കിട്ടും. ചോദ്യം എന്താണ്? റാം ഇൻട്രസ്റ്റ് റുപ്പീസ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൗ മച്ച് ഡസ് ഹി ഗെറ്റ് അറ്റ് ദി എൻഡ് ഓഫ് 3 years? 3 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? 3 വർഷം കഴിയുമ്പോൾ അയാൾക്ക് മുതലും പലിശ എല്ലാം കൂടെ എത്ര കിട്ടും? 6006 രൂപയല്ലേ കിട്ടുക? 5000 ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചിരുന്നെങ്കിലോ? അപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചിരുന്നെങ്കിലോ? 5000 രൂപയാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അത് നോക്കിയപ്പോൾ 6006 രൂപയുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര? 1006 രൂപ. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതല്ല. എത്ര രൂപയുണ്ട് അയാൾക്ക്? എത്ര രൂപ അയാൾക്ക് ആകെ കിട്ടും? ഹൗ മച്ച് ഡസ് ഹി ഗെറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ? ഈ വർഷത്തിന് അവസാനം അയാൾക്ക് എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ആയിരിക്കും? 6006. ശരിയാണോ നോക്കാം? യെസ്, 6006. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹10,000 ഫോർ 3.5 years അറ്റ് 10% പെർ ആനം കോമ്പൗണ്ടഡ് ഇയർലി. അപ്പം ഇതും നമ്മുടെ പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾക്കൊരു ഉദാഹരണമാണ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഡെസിമൽ വന്നാൽ, പോയിന്റ് വന്നാൽ, ഇപ്പം 3.5 വർഷം 3.25 വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 3 വർഷം 6 മാസം അല്ലെങ്കിൽ 3 വർഷം 8 മാസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ ഈ ചോദ്യത്തിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് 10,000 രൂപ 3.5 വർഷം. അപ്പോൾ ഈ 3 വർഷം വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. 3 വർഷം വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ നമുക്ക് 3 വർഷം വരെ പാസ്കൽസ് ട്രയാങ്കിൾ വെച്ച് ചെയ്യാം. 1 3 3 1 എത്ര? 10,000 പ്രിൻസിപ്പൽ എമൗണ്ട്. അതിൻ്റെ 10% 1000, അതിൻ്റെ 10% 100, അതിൻ്റെ 10% 10. അപ്പോൾ ഇവിടെ എത്ര കിട്ടുന്നു? 10,000. ഇവിടെ 3000, ഇവിടെ 300, ഇവിടെ 10. ഓക്കെ. അപ്പോൾ മുതലും പലിശയും കൂടെ എത്രയായി? എല്ലാം കൂടെ കൂട്ടുക. 10,000 3000 300 10 എത്ര കിട്ടും? 13,310 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു അര വർഷത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഒരു വർഷം 10% പലിശയെങ്കിൽ അര വർഷം 5% ആയിരിക്കത്തില്ലേ? ആയിരിക്കും. അതായത് വീണ്ടും 1 വെച്ച് ചെയ്താൽ മതി. ഇനി നമുക്കൊരു അര വർഷമല്ലേ ഉള്ളൂ. ആ അരയെ ഒരു പ്രാവശ്യം കൂടെ കിട്ടത്തില്ലേ? അതായത് ഇനി അര വർഷം കൂടെ ഉണ്ട്, അതായത് 6 മാസം കൂടെ ഉണ്ട്. ഒരു വർഷത്തേക്ക് 10% ആണെങ്കിൽ 6 മാസത്തേക്ക് 5% ആയിരിക്കുമല്ലോ. ആയിരിക്കും. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ കിട്ടുന്നതായിട്ടും കണ്ടാൽ മതി. 5% പലിശ വെച്ച് ഒന്നുകൂടെ കിട്ടുന്നതായിട്ട് കണ്ടാൽ മതി. വീണ്ടും എന്താ 1 എന്നെടുക്കുക. 13,310 അതിൻ്റെ 5% കണ്ടുപിടിച്ച് ഇവിടെ എഴുതുക. 13,310ൻ്റെ 5% എന്ന് പറയുമ്പോൾ 665.5 എന്ന് കിട്ടും. അപ്പം നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യും. ഇവിടെ 13,310 665.5 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് തമ്മിലെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 13,975.5 എന്ന് കിട്ടും. അപ്പോൾ എന്താ ഈ 13,975.5 എന്ന് പറയുന്നത്? 13,975.5 എന്ന് പറയുന്നത് എന്താണ്? മുതലും പലിശയും കൂടെ അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന പലിശ മാത്രമാണ്. പലിശ മാത്രമാണെങ്കിൽ നമ്മൾ ഈ 13,975
975.5 നിന്നും നമ്മുടെ മുതലായ 10,000 അങ്ങ് കുറച്ചാൽ മതിയല്ലോ. 10,000 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 3975.5 എന്ന് നമുക്ക് കിട്ടും. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 3975.5. ശരിയാണോ നോക്കാം? യെസ്, 3975.5. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. 3 വർഷം വരെ ഒറ്റ സെറ്റായിട്ട് ചെയ്യുക, പിന്നീട് അര വർഷത്തിന് അടുത്തൊരു സെറ്റായിട്ട് ചെയ്യുക. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത. അപ്പം ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ചോദ്യങ്ങളും പാസ്കൽ സ്റ്റാങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തത്. 2 സ്ഥലത്ത് നമ്മൾ ഒന്ന് ഡീവിയേറ്റ് ചെയ്തു, ചെറുതായിട്ട് ഒരു അല്പം വളഞ്ഞ വഴി പ്രയോഗിച്ച് നമ്മൾ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഒരല്പം ട്രിക്കി ആയിട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. 15,625 രൂപ 17,576 രൂപയായി 4% പലിശ പ്രകാരം എത്ര വർഷം കൊണ്ടാണ് ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലായത് എന്നാണ് ചോദ്യം. അതായത് 15,625 രൂപ 17,576 രൂപയായി. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട എത്ര രൂപ പലിശ കിട്ടിക്കാണും. 15,625 രൂപയാണല്ലോ പ്രിൻസിപ്പൽ എമൗണ്ട്. അത് 17,576 ആയെങ്കിൽ എത്ര രൂപ പലിശ കിട്ടിക്കാണും? 1,951 രൂപ പലിശ കിട്ടി. ഇനി നമ്മൾ നോക്കാം, നമുക്ക് പ്രിൻസിപ്പൽ എന്തായാലും ആദ്യത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എല്ലാം ഓക്കെ ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ്, അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 15,625ൻ്റെ 4%. മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ 4% എന്ന് പറഞ്ഞാൽ 4/100 അല്ലയോ മക്കളെ? അപ്പോൾ നമുക്ക് 1/25 എന്ന് എഴുതിക്കൂടെ? 4/100നെ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കി 2നെയും 4 കൊണ്ട് ഹരിച്ച് 1/25 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ 1/25 എടുക്കുന്നു. അപ്പോൾ എനിക്ക് 625 രൂപ എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തെ എത്രയാണ്? 625 ആണ്. അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ മനസ്സിൽ എനിക്ക് ആൻസറാണ് വേണ്ടത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് ആൻസർ കിട്ടണം ഏത് വഴി കൂടെ ആണെങ്കിൽ. അപ്പം ഞാൻ ആലോചിച്ച് നോക്കി, എടാ ഒരു വർഷം 625 രൂപയല്ലേ ഒരു വർഷം കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ 1951 അടുത്ത് വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇച്ചിരി കൂടെ വ്യത്യാസം വരുമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 6 3 18. യെസ്, 3 വർഷം ആകാനുള്ള സാധ്യത ഉണ്ടപ്പോൾ. 625 × 3 ചുമ്മാ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. അപ്പോൾ എത്ര? 1875. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ 1875 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരാനുള്ള സാധ്യതയും ഉണ്ട് അല്ലേ? ഒരു സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകണം. ഇനി അത് ശരിയാണോ, എൻ്റെ ഗസ് ശരിയാണോ എന്ന് എനിക്കൊന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്താണ്ട് ഒരു പാസ്കൽ ട്രയാങ്കിളിലൂടെ എടുത്ത് നോക്കാൻ പോകാം. 3 വർഷത്തിൻ്റെ 1 3 3 1. 1ൻ്റെ താഴെ ഞാൻ എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എടുത്ത് എഴുതും. എത്ര? 15,625. ഇനി അതിൻ്റെ 4% എന്ന് പറഞ്ഞാൽ 25 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 625. വീണ്ടും 625ൻ്റെ 4%, വീണ്ടും 25 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 25. വീണ്ടും 625ൻ്റെ 4% എത്ര കിട്ടും? 25നെ 25 കൊണ്ട് ഹരിക്കാം 1. ഇനി ഞാൻ ശരിയാണോ നോക്കും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ, ആദ്യത്തെ വാല്യൂ ഞാൻ എടുക്കുന്നില്ല. 625 × 3 എത്ര കിട്ടും? 1775. 25 × 3 എത്ര കിട്ടും? 75. 1 × 1 എത്ര കിട്ടും? 1. എന്നിട്ട് ഞാനിത് 3ഉം കൂടെ കൂട്ടി നോക്കി. ആണ്ടടാ കിടക്കുന്നു 1951. അപ്പം ഞാൻ എടുത്തത് കറക്റ്റാ, എൻ്റെ ഗസ് കറക്റ്റാ. അപ്പം ചില സമയത്ത് നമ്മുടെ ഗസ്സും നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇത് നിങ്ങൾക്ക് അല്ലാത്ത മെത്തേഡിൽ ചെയ്യും. നമ്മളിപ്പോൾ ഇത് സ്കൂൾ മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ഒരുപാട് സമയം എടുക്കും. നിങ്ങളുടെ ഉള്ള സമയം എല്ലാം പോകും. ഇത് മാത്രം ചെയ്യാൻ നിങ്ങൾക്ക് സമയം കാണുകയുള്ളൂ, നിങ്ങൾ അതിൻ്റെ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഈ ചോദ്യത്തെ സംശയിച്ചു. ഇതങ്ങനല്ലേ, ഇവനാണല്ലോ, ഇവനാവാനുള്ള സാധ്യത ഉണ്ടല്ലോ, 3 വർഷം ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ. ആ സംശയത്തിൻ്റെ പുറകെ പോയി അത് ശരിയായിരുന്നു. അപ്പോൾ ചോദിക്കും, എൻ്റെ സംശയം തെറ്റിയിരുന്നെങ്കിലോ, ഞാൻ 4 വർഷം എടുത്തിരുന്നെങ്കിലോ, ഞാൻ 6 വർഷമാണ് ചിന്തിച്ചിരുന്നെങ്കിലോ? അല്ല, നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചെയ്തുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് എപ്പോഴും ഞാൻ മാത്സ് പഠിക്കാൻ വരുന്ന അല്ലെങ്കിൽ മാത്സ് ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്നത്, മക്കളെ നിങ്ങൾ മാക്സിമം എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യും. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് 3-നും ചിന്തിക്കാൻ പറ്റില്ല. അതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. തന്നെയുമല്ല, ഈ ചോദ്യം അത്രയ്ക്കൊന്നും ഇല്ല, കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗസ് കറക്റ്റായിരുന്നു.
ആൻസർ 1951 കിട്ടി. അപ്പോൾ ആൻസർ 1951 അല്ല നമുക്ക് വേണ്ടത്. എന്താണ് ചോദ്യം? ചോദ്യം എത്ര വർഷത്തേക്കെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ 3 വർഷം എടുത്തപ്പോഴല്ലേ ഇത് കറക്റ്റായിട്ട് വന്നത്. സോ ആൻസർ എത്രയായിരിക്കും? 3 years. ശരിയാണോ നോക്കാം? യെസ്, 3 വർഷം. അടുത്ത ചോദ്യം, ഇതെൻ്റെ ഒരു പേഴ്സണൽ ചോദ്യം കൂടാണ്. ഈ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ചോദ്യം വളരെ സിമ്പിളാണ്, പക്ഷേ എന്തോ വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നും. ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൺ സം ഓഫ് മണി അറ്റ് 4% per annum for 2 years be 125. അതായത് 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 125 രൂപയാണ്. എന്നാൽ വാട്ട് വുഡ് ബി ദ ഇൻട്രസ്റ്റ് ഇഫ് ഇറ്റ് വെയർ കോമ്പൗണ്ടഡ് ആനുവലി അറ്റ് ദ സെയിം റേറ്റ് ഫോർ സെയിം പീരീഡ്? 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 125 രൂപയാണെങ്കിൽ അതേ സെയിം റേറ്റിന് സെയിം ടൈം പീരീഡിലേക്ക് 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? അപ്പോൾ നമ്മൾ ഈ 2 വർഷം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പാസ്കൽസ് ട്രയാങ്കിൾ വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. 1 2 1. 1ൻ്റെ താഴെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് അറിയാം, 125 രൂപയെന്നറിയാം. മക്കളെ, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ സ്ഥാനം എവിടെ? പാസ്കൽസ് ട്രയാങ്കിളിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നത് രണ്ടാമത്തെ വാല്യൂ അല്ലയോ? അതെ. അപ്പോൾ ഇവിടെ വേണം 125 എടുക്കാനായിട്ട്, അല്ലേ? ഇവിടെയാണ് 125 വരിക. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലയോ ഇവിടെ 125 വരേണ്ടത്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലയോ 125 വരേണ്ടേ? അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 62.5. യെസ്. ഇനി റേറ്റ് പെർസെൻറ്റേജ് 4% അല്ലേ? നമ്മൾ എങ്ങനെയാണ് പാസ്കൽസ് ട്രയാങ്കിൾ ചെയ്യുന്നത്? ഇവിടെ കിട്ടുന്ന വാല്യൂവിൻ്റെ 4% കണ്ടുപിടിച്ച് ഇവിടോട്ട് എഴുതും. ഇവിടെ കിട്ടുന്ന വാല്യൂവിൻ്റെ 4% കണ്ടുപിടിച്ച് ഇങ്ങോട്ട് എഴുതും. അപ്പോൾ ഇതിൻ്റെ 4% എത്ര? ഇതിൻ്റെ 1% എത്ര? 0.625. അപ്പോൾ 4% 2.5. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു 2.5. ഇതാ 1 × 1, സോറി, ഏതോ ഒരു നമ്പർ × 1 അത് കിട്ടും. പിന്നെ ഇവിടെ 125 2.5. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ വാല്യൂ ഒഴിവാക്കിയാൽ മതി. സോ അത് തമ്മിൽ ആഡ് ചെയ്യുക. എത്ര കിട്ടും? 127.5. വെരി സിമ്പിൾ. യെസ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, അരുൺ ബോറോഡ് എ സർട്ടൺ സം ഫ്രം സന്ദീപ്. സന്ദീപിൻ്റെ കയ്യിൽ നിന്ന് അരുൺ കുറച്ച് പൈസ വാങ്ങിച്ചു അറ്റ് എ സർട്ടൺ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ്. 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിനാണ് വാങ്ങിക്കുന്നത്. He lent the sum to Sunil at the same rate of interest compounded annually for the same period. ഇത് ഇയാൾ സുനിലിന് അന്നേ ദിവസം തന്നെ കൊടുത്തു. അറ്റ് ദി എൻഡ് ഓഫ് 2 years, 2 വർഷം കഴിഞ്ഞു. He received rupees 4,800 as compound interest but paid rupees 4,000 only as simple interest. Find the rate of interest. അപ്പോൾ നമ്മുടെ കഥാപാത്രങ്ങളെ നോക്കുമ്പോൾ ആദ്യം നമുക്ക് സന്ദീപാണ് വരുന്നത്. സന്ദീപിൻ്റെ കയ്യിൽ നിന്ന് അരുൺ കാശ് വാങ്ങിക്കുന്നു. അരുൺ അത് സുനിലിന് കൊടുക്കുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സിനാരിയോ. സന്ദീപിൻ്റെ കയ്യിൽ നിന്ന് അരുൺ വാങ്ങിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിനാണ്. അരുൺ അത് സുനിലിന് കൊടുക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനാണ്. അപ്പോൾ സുനിൽ തിരിച്ച് അരുണിന് കൊടുക്കുന്ന 4,800 രൂപ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അരുൺ ഇത് സന്ദീപിന് കൊടുക്കുന്നത് 4,000 രൂപയുമാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഏതോ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 4,000 രൂപയും അതേ തുകയ്ക്ക് 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 4,800 രൂപയുമാണെന്നാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ആണല്ലോ? അതെ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം? അതായത് മക്കളെ, 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 4,000 രൂപയാണെങ്കിൽ 1 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 2,000 രൂപയായിരിക്കും. 1 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 2,000 രൂപയായിരിക്കും. ആണേ? അതെ. എന്നാൽ 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 4,800 ആണെങ്കിൽ 1 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2,400 ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? എല്ലാ വർഷവും ഒരു സെയിം എമൗണ്ട് അല്ല കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കിട്ടുക, അത് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് കിട്ടുക. അതുകൊണ്ടാണ് നമ്മളിവിടെ 2 വർഷത്തേക്ക് 4,000 ആണെങ്കിൽ 1 വർഷത്തേക്ക് 2,000 ആണെന്ന് പറഞ്ഞത്. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇനി എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഇതേ നോക്ക്, ആദ്യത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എല്ലാം സെയിം ആയിരിക്കുമല്ലോ. എത്ര ആയിരിക്കും കിട്ടുക? എല്ലാ വർഷവും 2,000 വീതമായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 2,000 ആണെങ്കിൽ ആദ്യത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര തന്നെ ആയിരിക്കും? 2,000 തന്നെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്തായിരിക്കും?
മുതലിൻ്റെ പലിശയായ 2000 എന്തായാലും കിട്ടും. പിന്നെ എത്രയും കൂടെ കിട്ടിക്കാണും. 2 വർഷം കൊണ്ട് ആകെ കിട്ടിയത് 4800 അല്ലേ? അപ്പോൾ ഇവിടെ 2000 4000 ആയി. പിന്നെ എത്രയും കൂടെ കിട്ടിക്കാണും? 800 കൂടെ കിട്ടിക്കാണും. അപ്പോൾ മക്കളെ ദാ ഈ 800നെ വിളിക്കുന്ന പേരെന്താ? ഈ 800നെ വിളിക്കുന്ന പേരാണ് പലിശയുടെ പലിശ. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എല്ലാ വർഷവും 2000 കിട്ടത്തുള്ളൂ. പിന്നെ ഇവിടെ ഈ എക്സ്ട്രാ 800 വന്ന എന്തുകൊണ്ടാ? പലിശയുടെ പലിശ കിട്ടിയതാ. പലിശ എത്ര? 2000. 2000ൻ്റെ പലിശയാണ് 800. അതായത് 2000 രൂപയ്ക്ക് കിട്ടിയ പലിശയാണ് 800. അപ്പോൾ 2000-ൽ 800 എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ പോരായോ? എത്ര കിട്ടും? 40%. സോ നിങ്ങളുടെ ആൻസർ എത്ര? 40%. മനസ്സിലായോ? 40% നമുക്ക് കിട്ടും. ഓക്കെ, ഒരു ലൈവ് ക്ലാസ് ആയിരുന്നെങ്കിൽ ഒന്നുകൂടെയൊക്കെ നിങ്ങളോട് ഇൻട്രാക്ഷൻ ചോദിച്ചിട്ട് എനിക്ക് ഒന്നുകൂടെ വേറെ രീതിയിലൊക്കെ പറഞ്ഞുതരാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഒരു റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് എനിക്കറിയില്ല. എങ്കിലും നമ്മുടെ നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിലും എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് ലിങ്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, യെസ്. സോ 40% ആൻസർ കിട്ടി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൺ സം ഫോർ 2 years ഇസ് 50. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 50 രൂപയാണ്. ആൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് 55. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ആൻഡ് ദ സം. അപ്പോൾ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 50 രൂപയാണെങ്കിൽ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര രൂപയായിരിക്കും? 25 രൂപ അല്ലേ? അതെ. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാര്യം നോക്കാം. നമുക്ക് ഇതിപ്പോഴും നമുക്ക് റേറ്റ് പെർസെൻറ്റേജ് കിട്ടിയില്ല. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാര്യം നമ്മൾ നോക്കാൻ പോകും. നേരത്തെ നമ്മൾ ചെയ്ത പോലെ ആദ്യത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും മക്കളെ? 25. രണ്ടാമത്തെ വർഷം, 2 വർഷം കൊണ്ട് ആകെ എത്ര കിട്ടിയെന്നാണ് പറഞ്ഞത്? 2 വർഷം കൊണ്ട് ആകെ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ 55 കിട്ടിയെന്നാണ് പറഞ്ഞത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 55 കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പം മുതലിൻ്റെ പലിശയായ 25 ഇപ്പോൾ 50 ഇനി എത്രയും കൂടെ കിട്ടിക്കാണും? ഒരു 5 കൂടെ കിട്ടിക്കാണും. അപ്പോൾ ഈ 5 എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പലിശയുടെ പലിശ. അപ്പോൾ റേറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കിട്ടും നമുക്ക്? റേറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ എത്ര രൂപയ്ക്ക്? 25 രൂപയ്ക്ക് കിട്ടിയ പലിശയല്ലേ? യെസ്, 5 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 20% എന്ന് കിട്ടും. അപ്പോൾ റേറ്റ് പെർസെൻറ്റേജ്, ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. റേറ്റ് പെർസെൻറ്റേജ് എത്ര? 20. യെസ്. ഇനി നോക്കിക്കോ, അപ്പോൾ ഈ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഈ 20% പലിശ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 20% പലിശ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 100 ആണെങ്കിൽ നിങ്ങൾ 20% പലിശ കൊടുക്കണം. 100 രൂപയ്ക്ക് 20 രൂപ കൊടുക്കണം. ആ 20 എന്ന് പറയുന്നത്, ആ 20% എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ 20% ഒരു വർഷം കിട്ടുന്ന എത്ര? 25 ആണെന്ന് മനസ്സിലായി അല്ലേ? 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25. കാരണം ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 25 രൂപയാണ്. അപ്പോൾ 25 രൂപ എന്ന് പറയുന്നത് അപ്പോൾ 20%. അപ്പോൾ 20% 25. പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 100% കണ്ടുപിടിച്ചാൽ മതി. 20% 25 ആണെങ്കിൽ 100% എത്ര? മക്കളെ 20 100 ആവണമെങ്കിൽ എന്തോ ചെയ്യണം? 20നെ 5 കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടത്തില്ലേ? അപ്പോൾ 25നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 25നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 125. സോ ആൻസർ എത്ര കിട്ടി? 125. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസേഴ്സ് എന്തൊക്കെയാണ്? 2 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? 20%. അടുത്ത ചോദ്യം എന്തോ? ആൻഡ് ദ സം എത്ര? അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 125. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. റേറ്റ് പെർസെൻറ്റേജ് 20%, സം 125. ശരിയാണോ നോക്കാം? 20%, 125. യെസ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അല്ലാത്ത ചില ചോദ്യങ്ങളും ഉണ്ട്, കുറച്ചുകൂടെ ഹയർ ലെവലായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.